അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? മഴ കുറവുണ്ടോ? ഇവിടെ അത്യാവശ്യത്തിന് മഴയുണ്ട്, വെയിലുണ്ട് അറിയാം. കാരണം ഒരു വെയിലിറക്കുക അതിനേക്കാളും വലിയൊരു മഴ വരിക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിക്കണതേ ഒരു ആസ്പത്രിയുടെ പേര് പറഞ്ഞുകൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുണ്ട്. അത് ഫേസ്ബുക്കിൽ കണ്ടതാണ് ഞാൻ. അപ്പോൾ ഇതിൽ ആരും അത്ര ലോകത്തൊക്കെ പാടെ എല്ലാം അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പല മറ്റേ ഇതിനുള്ള ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. അതേമാതിരി പലതും പറയണ്ടേ. നമ്മളെ തൈറോയിഡിൻ്റെ കാര്യത്താണ് പറയുന്നത് കേട്ടോ. ഓപ്പറേഷൻ ചെയ്തതും മാറാതെയും പ്രശ്നങ്ങൾ പലതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട്, ആ ദൂരമൊന്നുമല്ല, നമ്മളെ കോഴിക്കോടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു പ്രൈവറ്റ് ആസ്പത്രിയിൽ പോയി ചെയ്യുന്നതിൻ്റെ പകുതി പൈസ മതി എന്നാണ് നമുക്ക് പറയണത്. അതാണ് കോഴിക്കോട് ഹാസ്റ്റർ മിൻസ് ഹോസ്പിറ്റൽ കോഴിക്കോട് ഹാസ്റ്റർ മിൻസ് ഹോസ്പിറ്റൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഫേസ്ബുക്കിൽ കണ്ടതാണ്. അപ്പോൾ അതിൽ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ എനിക്കതൊന്ന് ഒക്കെപ്പാട് എടുത്ത് ഇതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ചാനലിൽ ഒരു വട്ടം തന്നെ മാമന് പണി നിന്നതാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം മാമൻ എന്തെങ്കിലും ചെയ്യുമോ? കാരണം അവർ പറയുന്നത് ഷെയർ ചെയ്ത് ഇതെല്ലാവരിലേക്കും എത്തിക്കുന്നതാണ്. പക്ഷേ അത് ഫേസ്ബുക്കിലാണ് കിടക്കുന്നത്. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നമുക്കത് ഷോർട്സ് ആയിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ എടുത്തൊന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ രോഗത്തിന് വേണ്ടിയുള്ളതായതുകൊണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്യാനാണ് പറയുന്നത്, അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓപ്പറേഷനില്ല, അതേമാതിരി തന്നെ നമുക്ക് ഈ അനശേഷ്യ കൊടുക്കുമല്ലോ ഓപ്പറേഷത്തിന്, അനശേഷ്യമില്ല, രക്തം പോകില്ല, അങ്ങനെയൊക്കെ പറയുന്നത് ചെറിയ ഒരു സൂചിയുടെ മാറ്റത്തെ സാധനം കൊണ്ടാണ് ഇവിടെ. അതിൻ്റെ എല്ലാ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ ആ വീഡിയോസ് വന്നിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവർ പറയുന്നത് സാധാരണ നിങ്ങളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതിന് വേണ്ടിയുള്ള ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകുതി പൈസ ആകുള്ളൂ. അതേമാതിരി പകുതി വേദന, അഡ്മിറ്റ് ഇല്ല, ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ പറഞ്ഞേക്കാണ്. 3 മണിക്കൂർ നേരത്തെ റെസ്റ്റുള്ളൂ നമുക്ക്. അതേമാതിരി തന്നെ കീ ഹോൾ എന്ന് പറയുന്നത് ഒരു ചെറുതായിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ അവർ കാണിക്കുന്നുണ്ട്. അതിൽ ചെറുതായിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ എല്ലാ സംഭവങ്ങളും അവരോട് നിന്ന് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു 2500ഓളത്തോളം ആൾക്കാർ അവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ വീഡിയോസിന് വേണ്ടിയിട്ട് അവിടെ ചെയ്തു പോയ ആൾക്കാരെ വിളിച്ചതാണ്. അവിടുന്ന് ചെയ്ത് സുഖപ്പെട്ട ആൾക്കാരെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും പറയുന്നുണ്ട് സുഖമാണ്, ഇപ്പോൾ ഒരു കുഴപ്പമില്ല. കാരണം അവർ അഡ്മിറ്റോ ഓപ്പറേഷനോ നമുക്ക് ഈ അനുസരിച്ച് കൊടുക്കണ പരിപാടിയോ ഒന്നുമില്ല. അതുകൊണ്ട് അപകടങ്ങൾ ഒരുപാട് കുറവാണ്. അപ്പോൾ തൈറോയ്ഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ ഉണ്ടെങ്കിൽ പലതും, നമുക്ക് ഈ തൈറോയ്ഡ് എന്ന് പറയുന്നത് പല സൂക്കടുകയും ടെൻഷനായിട്ട് മാറും, വേദന, ഞരമ്പുകൾ ചുരുളുക, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. കാരണം ടെൻഷനൊക്കെ ഉള്ളവർക്ക് തൈറോയ്ഡ് വന്നിട്ടുണ്ടെങ്കിൽ വല്ലാത്ത, തൈറോയ്ഡ് വന്നവർക്ക് തന്നെ ടെൻഷൻ വരികയാണ്. തൈറോയ്ഡ് ഉണ്ടോ, ഇപ്പോൾ നമ്മളൊരു ടെൻഷൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ തൈറോയ്ഡ് ഉണ്ടോ എന്ന് ആദ്യത്തെ ചോദ്യം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ വേറെ എന്തെങ്കിലും ചോദിക്കുള്ളൂ. ടെൻഷൻ്റെ കാര്യത്തിന് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെൻഷന് മരുന്ന് കൊടുത്തിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ, ഇതാണ് അവർ ചോദിക്കുക. ഈ തൈറോയ്ഡ് ഉള്ളവർക്ക് ഇത് വരുന്നവരാണ്. അപ്പോൾ ഞാനൊക്കെ ആസ്പത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തവണ എന്നെ കൊണ്ട് തൈറോയ്ഡിന് ടെസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ട്. 350 ഉറുപ്പിക കൊടുത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും, പക്ഷെ ഒന്നും ഉണ്ടാവില്ല, തൈറോയ്ഡൊന്നും ഉണ്ടാവില്ല. നമുക്ക് നമ്മളതായ ജീവിത സാഹചര്യം കൊണ്ട് വരുന്നതാണ്. അതേമാതിരി ആരെങ്കിലുമൊക്കെ തൈറോയ്ഡ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയാൽ ഈ പറയുന്ന മാതിരി നമ്മളെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നിങ്ങൾ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ പകുതി ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ അതിൽ പറയേണ്ടത്, എനിക്കത് കാണിക്കാൻ നിവർത്തിയില്ല, പേടികൊണ്ടാണ്. കാരണം വല്ല കോപ്പിറൈറ്റും വന്ന് എൻ്റെ ചാനലിന് അത് അടിച്ചു പോയാൽ ഞാൻ 2-3 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അങ്ങനെ പോവുകയാണ്. എന്നിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോസ് ഇട്ടീനാണ് മാമനെ എനിക്ക് പണി തന്നത്. ഒരു കോഴിയെ കെട്ടി തൂക്കണ വീഡിയോ ഉണ്ടായിരുന്നു. എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നിയത്. ഏതായാലും അത് ഞാനിട്ടു. അതിലെനിക്ക് ചെറുതൊന്നല്ല 3 മാസം സ്ട്രൈക്കാണ് തന്നിരുന്നത്. പിന്നെ എങ്ങനെയോ മുർഷാദ് അത് അപേക്ഷ കൊടുത്തും പലതും ചെയ്തുമാണ് ആ 90 ദിവസം എന്നുള്ളത് ഒന്നുമില്ലെങ്കിൽ 14 അല്ലെങ്കിൽ 7 എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ 21 എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് എനിക്കത് 7 ദിവസമാക്കി ചുരുക്കി തന്നു. അങ്ങനെ അതിന് ശേഷം എനിക്ക് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാറുണ്ട്, ഭയങ്കര പേടിയാണ്. ഷെയർ ചെയ്യാൻ അവർ പറഞ്ഞാൽ തന്നെ എനിക്ക് എൻ്റെ ചാനലിലൂടെ ഷെയർ ചെയ്യാൻ എനിക്ക് പേടിയാണ്. കാരണം ഇതാണ് എനിക്ക് പേടി, മാമനെ പേടി, വേറൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്തുള്ളവരാണെങ്കിൽ നിങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം അത് ചെയ്യുക. ഹാസ്റ്റർ മിൻസ് ഹോസ്പിറ്റൽ കോഴിക്കോട്, ഹാസ്റ്റർ മിൻസ് ഹോസ്പിറ്റൽ കോഴിക്കോടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരാരാച്ചെങ്കിൽ നിങ്ങൾ പോവുക. പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കുന്നവരാണെങ്കിൽ അവിടെ നിന്ന് പോയി നോക്കി 3 മണിക്കൂർ കൊണ്ട് അവനവൻ്റെ രോഗം മാറിക്കിട്ടുക എന്ന് പറയുന്നത് എത്രയോ ഒരു ഹൈറല്ലേ.
അപ്പോൾ അതിൻ്റേതായ എല്ലാ സംവിധാനം അവർ കാണിക്കുന്നുണ്ട് വീഡിയോസിൽ. അല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ കയറിയിട്ട് ആ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കി, ഈ പേരും പറഞ്ഞിട്ട് ആ വീഡിയോസ് ഒന്ന് അടിച്ചെടുത്ത് നോക്കി. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി നോക്കി. അപ്പോൾ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അടുത്ത വീഡിയോസിൽ കാണാം.